സമൂഹത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് കരുത്ത് പകരുന്നതിന് അധ്യാപകർ നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ കരുവാരക്കുണ്ട് കിഴക്കേത്തലയിൽ സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ആവശ്യപ്പെട്ടു. കിഴക്കേത്തലയിൽ നടന്ന പരിപാടിയിൽ എം മണി മാസ്റ്റർ, ടി സി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, എ പ്രഭാകരൻ മാസ്റ്റർ, ശ്രീധരൻ മാസ്റ്റർ, വി അൻവർ മാസ്റ്റർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സ്വലാഹി ചർച്ച നിയന്ത്രിച്ചു. കെ പി മുഹമ്മദ് ഷെരീഫ്, വി പി അബ്ദുറഹ്മാൻ, ഷൗക്കത്ത് അലി, പി എ കെ അബ്ദുസ്സലാം സ്വലാഹി, ഷാജഹാൻ തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി. പലവിധ ചർച്ചകളും നടന്നു. ആ ചർച്ചയുടെ കുറച്ച് ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഒരു സമൂഹം വേറെയുമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന PGക്കും അതുപോലെ തന്നെ ഡിഗ്രി തലങ്ങളിലും മറ്റുള്ള ഒരുപാട് കോഴ്സുകളിൽ പഠിക്കുന്ന നല്ല ഒരു ശതമാനം കുട്ടികളുണ്ട്. ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തെ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു കൂട്ടം മറ്റൊരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്രയും വലിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ പൂർവ്വകാലങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയതായ വ്യത്യാസം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നിലക്കും നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കി പറയാൻ കഴിയുന്ന കാര്യമല്ല. സമൂഹത്തിൽ അപജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിലുള്ള ആളുകളുടെ ഇടപെടലുകളിൽ അവരുടേതായ ഇടങ്ങളിൽ ഒരുപാട് അപജയങ്ങൾ നടക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായി ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാകുന്നു. വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങളെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കാണണം? ഇവരാണ് നാളെ വളർന്നു വരുന്ന സമൂഹം. ഈ സമൂഹം വളർന്നു വരുമ്പോൾ അവർ ഒരു മൂല്യവത്തായ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മൂല്യമുള്ള ഒരു സംസ്കാരത്തെ അവർ സ്വീകരിക്കണമെങ്കിൽ, അവരുടെ ഭാവി ജീവിതത്തിൽ അവർ സ്വീകരിക്കണമെങ്കിൽ വിദ്യാർത്ഥി കാലയളവിൽ അവർക്ക് ഈ രൂപത്തിലുള്ള നല്ല ശീലങ്ങളും നല്ലതായ കേരളം നാളിതുവരെ വലിയ സംഭാവനയായി അല്ലെ അഭിമാനത്തോടു കൂടെ കണ്ടിരുന്ന ആ മൂല്യമുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരണം. വീട്ടിലേക്ക് എത്തുന്നു. ഇക്കഴിഞ്ഞ വർഷം നമ്മുടെ പരിസരങ്ങളിലെ ഏതൊരു പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാലും ഞങ്ങൾ 10 വർഷക്കാലം പഠിപ്പിച്ച ഞങ്ങളുടെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇവിടെയുള്ള ക്രമസമാധാന സംവിധാനങ്ങളെ ഞങ്ങൾ വിനിയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറയുമ്പോൾ തല താഴ്ത്തുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തായിരുന്നു ഇവിടെ ഉണ്ടായ മാറ്റം? ഇനി അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം. എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെയുണ്ട്. ഞങ്ങൾ നിസ്സഹായരാണ്. അധ്യാപകർക്ക് മുമ്പിൽ ഒരുപാട് നിയമങ്ങളുടെ, ഒരുപാട് കമ്മീഷനുകളുടെ വലിയൊരു നീരാളിപ്പിടുത്തം അധ്യാപകന്റെ തലക്ക് മുകളിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടിയോട് അരുതായ്മകൾക്ക് അരുതു എന്ന് ഒരു അധ്യാപകൻ എന്ന് പറയാൻ സാധ്യമല്ല. ആ രൂപത്തിലെങ്ങാനും പറഞ്ഞാൽ അതിനെ തിരിച്ചു ചോദ്യം ചെയ്യപ്പെടാൻ കുട്ടി മാത്രമല്ല, രക്ഷിതാവ് മാത്രമല്ല, ഈ സമൂഹവുമുണ്ട്. എന്നാൽ ആ സമൂഹത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിലേക്ക് ഓരോരുത്തരിലേക്ക് തിരിഞ്ഞാൽ ആ വ്യക്തിയായി ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് അനുകൂലിക്കുന്നവനുമല്ല. ഒരു കുട്ടിക്ക് ഒരു 5 രൂപ ഒഴിഞ്ഞു കിട്ടാനൊക്കെ വലിയ പാടായിരുന്നു. 5 പൈസ തന്നെ ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവില്ല ആ കാലത്തെ കുട്ടികൾ. അന്ന് പൊതുവെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് യഥേഷ്ടം പണം ഉപയോഗിക്കാൻ കിട്ടുമായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു പ്രധാന വ്യത്യാസം, അന്ന് മൊബൈൽ ഫോണില്ല. ഇന്ന് മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിലുണ്ട്. 1ഉം 2ഉം ചിലപ്പോൾ അതിലധികവും കാണും. അപ്പം അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ വീട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബമായി മാറി. 1ഓ 2ഓ മക്കൾ ഓരോ വീട്ടിലും. അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഫാദറും മദറും, ഫാദർ മിക്കവാറും തൊഴിലിന് പോകുന്ന ആളായിരിക്കും. രാവിലെ ആയാൽ വീട്ടിൽ നിന്നിറങ്ങും. മദറിന് അടുക്കള ഭരിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളില്ലാത്ത അവസ്ഥ. അപ്പോൾ കുട്ടി സ്വാഭാവികമായും കൂട്ടുപിടിക്കുക. ഒന്നെങ്കിൽ മൊബൈൽ ഫോണിനെ കൂട്ടുപിടിക്കും,
അതല്ലെങ്കിൽ വീടിന് പുറത്തായിരിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണത്തിനും ഉറങ്ങാനും മാത്രമേ ചിലപ്പം വീട്ടിൽ കാണൂ. വഴി തെറ്റാനുള്ള സാഹചര്യം, മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം. അപ്പം ഈ ഒരു വ്യത്യാസം, ഈ അന്തരം ഇന്നത്തെ ഈ ദുസ്ഥിതിക്ക് കാരണമാണ്. ഞാൻ മണിമാഷും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് TC ലത്തീഫ് മാഷൊക്കെ പറഞ്ഞ, പ്രഭാകരൻ മാഷൊക്കെ പറഞ്ഞ ആ പക്ഷത്ത് നിന്ന് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മണിമാഷ് പറഞ്ഞ 1-2 വാക്യങ്ങൾ ഞാൻ പറയുമെന്ന് അതിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ടൈറ്റിലിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം വഴി തെറ്റുന്ന വിദ്യാർത്ഥികൾ എന്നതിന് പകരം വഴി തെറ്റാവുന്ന വിദ്യാർത്ഥികൾ എന്നായിരുന്നു വേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഒരു പക്ഷേ വഴി തെറ്റുന്ന വിദ്യാർത്ഥികളെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ അധ്യാപകരായ ഞങ്ങളും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും വഴി തെറ്റുന്നവരല്ലേ, അല്ലെങ്കിൽ വഴി തെറ്റുന്ന ആളുകളെ നിയന്ത്രിക്കുന്നവരല്ലേ ദൈനംദിനം എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞത്, വഴി തെറ്റാവുന്ന വിദ്യാർത്ഥികൾ എന്നായിരുന്ന ഒന്നുകൂടി നന്നായിരുന്നു. കാരണം നമ്മുടെ പുതിയ AI യുഗത്തിൽ എല്ലാവരും വഴി തെറ്റാൻ 100% സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കാലം കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതേപോലെ തന്നെ എല്ലാ പക്ഷത്തിലും തെറ്റുകളുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും സമൂഹത്തിലുള്ള ഇവിടെ എണ്ണൊക്കെ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതലുള്ള വിദ്യാർത്ഥി പക്ഷത്തിലും ഈ അപജയം, ഈ തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കുന്നത് ഈ ന്യൂജൻ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സമൂഹമാണ്. ഒരു പക്ഷേ അതിന്റെ പോസിറ്റീവായ കാര്യങ്ങളല്ല നമ്മുടെ മക്കള്. മടിയോ മറ്റോ ഒന്നുമില്ല. മണിസാറും ഞാനും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്, അത്ര ഇന്റിമേറ്റ്സ് ആണ്. പക്ഷേ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കണമെന്നില്ല. ശരിക്ക് വിസ്ഡം യൂത്ത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചർച്ച, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വളരെ മുമ്പ് വലിയ സംഘടനകളൊക്കെ ചെയ്യേണ്ട, അല്ലെങ്കിൽ അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾ വഴി തെറ്റുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റാണ്. വിദ്യാർത്ഥികൾ വഴി തെറ്റുന്നുണ്ട്, അതിന് നമുക്ക് ന്യായീകരിക്കാം. എല്ലാവരും വഴി തെറ്റുന്നില്ലേ, വലിയൊരു വഴി തെറ്റുന്നില്ലേ എന്നൊക്കെ. വിത്ത് മോശമാവുന്നത് പോലെ അല്ലല്ലോ ഒരു നെൽക്കതിരോ ഒരു നെൽച്ചെടിയോ മോശമാവുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഒരു വീട്ടിൽ 1 കുട്ടി 2 കുട്ടിയൊക്കെയാണുള്ളത്. അവരാ വീടിന്റെ വിളക്കാണ്, ആ വീടിനെ ആ നാടിനെ നയിക്കേണ്ടവരാണ്. അപ്പൊ അവര് വഴി തെറ്റുക എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ നാശമാണ് സംഭവിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൽ പഠിച്ചിട്ടുണ്ട്, ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസം. അവിടെ നാശം വരിക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ, ഈ ഒരു നാടിന്റെ തന്നെ നാശത്തിന് കാരണമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുകയല്ല. വഴി തെറ്റുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ശരിയാണ്, നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഇനി ഈ ചോദ്യം ഇതാണ്, പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതിയും ഇപ്പോഴത്തെ രീതിയും തമ്മിൽ അതിലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവ് നമുക്കറിയാം, നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പൊ നിങ്ങൾ സൂചിച്ചതുപോലെയുള്ള കാര്യങ്ങളില്ല. നമുക്ക് അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം മണിസാർ തന്നെയാണ് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു തോന്നുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് കുട്ടികളൊക്കെ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർ സ്കൂൾ വിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അവര് ഒരു വീട്, ഒരു പഴയ വീടിന്റെ അവിടെ കയറി. മഴ പെയ്യാണ്, മഴ പെയ്തപ്പോൾ രണ്ടുപേരും അവിടെ കയറി നിന്നു. അപ്പൊ സമയം ഇരുട്ടാവുകയാണ്. അപ്പൊ ആൺകുട്ടി പറയാണ്, ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ, ഇജ് വേഗം പോയിക്കോ, ഇവിടെ നിൽക്കരുത്, എന്നാലും ഇത് മോശമാണ്, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങളിൽ തന്നെ അധ്യാപകര് വിഷമത്തോടെ, രക്ഷിതാക്കൾ വിഷമത്തോടെ പങ്കുവെക്കുന്ന, അവർക്ക് എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് നെഗറ്റീവ്സ് തന്നെയാണ്. 2 കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. കാരണം ഞാൻ തുടങ്ങി
ബാക്കി എല്ലാവരും സംസാരിച്ച് മോഡറേറ്ററും സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നിലപാട് അതോടുകൂടി മാറ്റാൻ കഴിയില്ലല്ലോ. ഒന്ന്, കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ ഡൈവോഴ്സ് നടക്കുന്നു. കുട്ടികളോളം ഒറ്റപ്പെട്ട മനുഷ്യർ ഇന്ന് ഈ ലോകത്തില്ല. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് ആരെന്ന് വെച്ചാൽ കുട്ടിയാണ്. അതായത് 1.5 വയസ്സുള്ള കുട്ടിയെ ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ അമ്മയെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു പ്രശ്നം. കുട്ടി മൊബൈൽ ഫോണിലാണ്. 1.5 വയസ്സിലെ കുട്ടി തൊട്ടിൽ കിടക്കുന്ന മൊബൈലിൽ വീഡിയോ കണ്ടിട്ടാണ്. ആരാണ് കുറ്റക്കാരൻ? എൻ്റെ ഈ ഫോണിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 3 പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരു മാസം മുമ്പ് ഞാൻ ഡെസ്കിൽ വെച്ച് ഫോൺ വെച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഫോൺ എടുത്തു. അവർ ലോക്ക് തുറന്ന എങ്ങനെയൊക്കെ അറിയില്ല. എന്നിട്ട് അവർ സെൽഫി എടുത്തു. ഞാൻ പറഞ്ഞു, ഫോൺ ഡയറി ഇതൊക്കെ സ്വകാര്യതയാണ്, എൻ്റെ സ്വകാര്യതയിലാണ് നിങ്ങൾ അതിൽ ആ കുട്ടികൾ പറഞ്ഞൊരു വർത്താനുണ്ട്, ചെറുങ്ങൾ ഞങ്ങൾക്ക് ഉപ്പാന്റെ മാതിരിയാണ്. എനിക്ക് രോമാഞ്ചം വരുന്നു. എൻ്റെ കുട്ടികൾ എന്നെ ഉപ്പായായി കാണുന്നുണ്ടെങ്കിൽ ആ മനസ്സുണ്ടെങ്കിൽ ഒരു കുട്ടിയും തെറ്റില്ല വഴി. അതൊരു നിലവിലാക്കി നമ്മൾ അധ്യാപകന്മാരും